ഇപ്പോൾ നമ്മൾ മുമ്പിൽ 12 ദിവസമാണുള്ളത്. ഇന്നലെ സുരേഷ് ഗോപി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെ അതിന്റെ ഒരു പേസ് അങ്ങോട്ട് മാറി പ്രചാരണത്തിന്. എങ്ങനെ കാണുന്നു ഇപ്പോൾ? തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് ശക്തമായ പ്രചരണം നടത്തുകയാണല്ലോ. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം സജീവമായി രംഗത്തിറങ്ങി. ഞങ്ങളുടെ പോസ്റ്ററുകളും ബാനറുകളും എല്ലാം ഇപ്പോൾ 2 ദിവസം കൊണ്ട് നടക്കും. ഞങ്ങൾ അവരോടൊപ്പം തന്നെ മുന്നണിയുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എല്ലാവരോടൊപ്പം ഞങ്ങളുണ്ടാവും. ഇന്നെന്താ പരിപാടി? പഞ്ചായത്ത് പര്യടനങ്ങളൊന്നുമില്ലല്ലോ? പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഒക്കെ കാണുകയാണ്. ഈ മർത്തോമ ആശുപത്രിയൊക്കെ എനിക്ക് നല്ല ബന്ധമുള്ളതാണ്. ഞാൻ ഇവിടുത്തെ പല ഭരണസമിതിയൊക്കെയാണ്. അപ്പം ആ രീതിയിൽ ഇവിടുത്തെ എല്ലാവരും പരിചയം പുതുക്കുക, വോട്ട് അഭ്യർത്ഥിക്കുക. അതാണ്. എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. എന്നെ എല്ലാവർക്കും പരിചയമുള്ളവരാണ്. അപ്പോൾ കുഴപ്പമൊന്നും. ഇടത് വലത് മുന്നണികൾ, ഒന്ന് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, പകരം പെൻഷൻ വിവാദം, ഈ 2 സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കുന്നു. BJP എന്താ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത്? BJPയുടെ നേതാക്കന്മാർ അതിനെപ്പറ്റി പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്നത് നിലമ്പൂരിന്റെ വികസനം ലക്ഷ്യമാക്കിയാണ്. ഞങ്ങൾക്ക് BJPക്ക് നല്ല ധാരാളം കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അവരൊക്കെ അതിനെപ്പറ്റി അഭിപ്രായം പറയും. അത് കുഴപ്പമൊന്നുമില്ല. അത് പാർട്ടി അഭിപ്രായം പറഞ്ഞോളും. ഞാൻ അതിനെപ്പറ്റിയൊന്നും അഭിപ്രായം പറയാനില്ല. ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് നിലമ്പൂരിന്റെ വികസനത്തെ പറ്റിയാണ്. നമ്മുടെ കോർ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ വികസനമാണ്. ഞങ്ങളിവിടെ നിലമ്പൂരിലെ വികസനമാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. നിലമ്പൂരാണ് നമ്മൾ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മേഖലയിലെ വികസനമാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇവിടെ എല്ലാ വികസനവും ഇവിടെ അവികസിതമല്ലേ. ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MLA മാർ ജയിക്കുക, തിരിച്ചു പോവുക, പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് അവികസിത ഗ്രാമപ്രദേശങ്ങളിലെ നിലമ്പൂർ മലയോര മേഖലയല്ലേ. ഈ മേഖലയിൽ സമഗ്രമായ വികസനം. ഇവിടുത്തെ ആരോഗ്യരംഗത്തെ ആശുപത്രി, നല്ലൊരു ആശുപത്രിയില്ല ഇവിടെ. ഈ മർത്തോമ ആശുപത്രിയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളത്. പിന്നെ കോട്ടയപ്പാടത്ത് ആശുപത്രിയുണ്ട്. ഒരു കാർഡിയാക് യൂണിറ്റ് ഇല്ല ഇവിടെ. നമ്മുടെ മുൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VV പ്രകാശ് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ജീവൻ വെടിയേണ്ടി വന്നത് ഒരു ആശുപത്രിയുടെ അഭാവമാണ്. അദ്ദേഹം വഴിമധ്യയാണ് മരിച്ചത്. അത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തന്നെയാണ്. ആരോഗ്യ മേഖല മോശമാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും. നിലമ്പൂർ റെയിൽ തടസ്സമായി കിടക്കുന്നില്ലേ. നിലമ്പൂർ ബൈപ്പാസ്, അതേപോലെ തന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്ട് എല്ലാം നിൽക്കുകയാണ്. ഇവിടുത്തെ കയ്യേറ്റക്കാരെ കാണുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ വലതുപക്ഷവും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ കുടിയേറ്റക്കാരാണ്, കയ്യേറ്റക്കാരല്ല. ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ അങ്ങനെയുള്ള ആൾക്കാരാണ്. താങ്ക്സ്.